ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. നമ്മളുടെ ന്യൂസ് പേപ്പർ സ്ക്രീനിൽ കാണാം. ആദ്യത്തെ ന്യൂസ് പേപ്പർ ഇന്നത്തെ ന്യൂസ് പേപ്പർ തന്നെയാണ്. അത് ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് പെൻഡിംഗ് ഉള്ള മറ്റ് ന്യൂസ് പേപ്പേഴ്സിലേക്ക് പോകാം. ആദ്യത്തെ ന്യൂസ് പേപ്പറിൽ നമുക്ക് നോക്കുമ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ലെറ്റസ് പ്രൊസീഡ് വിത്ത് IMEC ഡെസ്പൈറ്റ് ഗാസ വാർ സെയ്സ് ഗ്രീക്ക് PM എന്ന് പറയുന്ന ന്യൂസ് ആണ്. അപ്പൊ അതില് ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും കൂടെ ഇവിടെ ഒരുമിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കാണാം. അപ്പൊ കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് ആണ് ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞാണ് കാര്യം. കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് ഇപ്പൊ ഇന്ത്യയിൽ വന്നത് എന്തിനാണെന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയും ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ പേര് റൈസിന ഡയലോഗ് എന്നാണ്. റൈസിന ഡയലോഗ് ഞാനന്ന് പറഞ്ഞു, സിംഗപ്പൂരിലെ ഷാങ്ക്രീല ഡയലോഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ബേസിൽ അതേ ഫോർമാറ്റിലാണ് ഇന്ത്യ ചെയ്തേക്കുന്നത്. ഒരു ഡയലോഗ് പ്രോസസ്സാണ്. ജസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതല്ല, ജസ്റ്റ് മെനി ഡിഗ്നിറ്ററീസ് ഫ്രം ദ ഡിഫറെന്റ് കൺട്രീസ് വിൽ അസംബിൾ അറ്റ് ന്യൂഡൽഹി ആൻഡ് ഡിസ്കസ് അബൌട്ട് ഗ്ലോബൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇന്ത്യയായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. അതാണ് റൈസിന ഡയലോഗ്, അത്രേ ഉള്ളൂ. അതിലിപ്പോഴത്തെ ചീഫ് ഗസ്റ്റ് കിരിയാക്കോസ് മിസ്തോട്ടാക്കിസ് ആണ്. അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. ഗ്രീസ് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് പ്രാധാന്യം എന്ന് അന്നേ ഞാൻ പറഞ്ഞു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞൊരു കോറിഡോർ വരുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഞാൻ ഇതിനെ കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടിരുന്നു. എത്ര പേര് കണ്ടോണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇപ്പൊ വേണമെങ്കിൽ വിഴിഞ്ഞം പോർട്ടും മുന്ദ്രയും എല്ലാം അദാനിയുടേതായതുകൊണ്ട് വേണമെങ്കിൽ വിഴിഞ്ഞെത്തുന്ന ഒരു സാധനം മുന്ദ്ര വഴി അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് എഗെയിൻ അദാനിയുടെ പോർട്ട് ഇസ്രായേലിലുണ്ട്, ഹൈഫ പോർട്ട് വഴി ഡയറക്ട്ലി അവർക്ക് ഗ്രീസിൽ കയറാം. ഗ്രീസ് ഈസ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ടു യൂറോപ്പ്. അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ല, മിഡിൽ ഈസ്റ്റിന്റെ എല്ലാവരെയും ഗേറ്റ് വേ ആണ് യൂറോപ്പിലേക്കുള്ള. അവിടെ എത്താം. അതാണ് നമ്മളുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ. അതുവഴി നമുക്ക് എന്ത് ബൈപ്പാസ് ചെയ്യാൻ പറ്റും? നമുക്ക് സൂയസ് കനാൽ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. സൂയസ് കനാലിലൊന്നും പോകണ്ട. അതാണ് ഇപ്പോൾ നമ്മുടെ ഷോർട്ടസ്റ്റ് റൂട്ട്. ഇതിനേക്കാൾ ഷോർട്ടസ്റ്റ് റൂട്ട് ആവും. സൂയസ് കനാൽ വഴിയുള്ള റൂട്ടിനേക്കാളും ഷോർട്ടസ്റ്റ് റൂട്ട് ആവും ഇതെന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ലെറ്റസ് പ്രൊസീഡ് വിത്ത് IMEC ഡെസ്പൈറ്റ് ഗാസ വാർ സെയ്സ് ഗ്രീക്ക് PM. ഗാസ വാർ മൂലം ഇതില് ഇപ്പൊ ഓൾറെഡി ഇസ്രായേലും UAEയും തമ്മിൽ ബന്ധമുണ്ട്. സൗദിക്ക് അതിനോട് ജോയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളത് ഗാസ വാറാണ്. ഈ ഗാസ വാറിന്റെ പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ട് IMEC ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാന്നാണ് പറഞ്ഞേക്കുന്നത്. സൗദി അറേബ്യ അക്സെപ്റ്റ് ചെയ്യണം അവരുടെ പ്രപ്പോസൽ. അതാണ് ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. അപ്പം അതാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ന്യൂസ്, മണിപ്പൂർ ഹൈക്കോർട്ട് വിത്ഡ്രോസ് കണ്ടൻഷ്യസ് പാർട്ട് ഓഫ് ഇറ്റ്സ് ഓർഡർ ഓൺ ST ടാഗ് ഫോർ മെയ്റ്റീസ്. ആർഗ്യുവബിളി നമുക്കൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാല് നമ്മളുടെ മണിപ്പൂർ കലാപം, കുക്കീസും മെയ്റ്റീസ് നമ്മളുടെ കലാപം, നമ്മളുടെ ഇവിടുത്തെ സോ കോൾഡ് സെക്യുലർ മീഡിയസ് അത് അവതരിപ്പിച്ചത് ക്രിസ്ത്യൻ ഹിന്ദു കലാപമായിട്ടാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഞാനത് പക്ഷം പിടിച്ച് പറയുന്നതല്ല. അറിയാവുന്ന എല്ലാവർക്കും, റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. എന്തെങ്കിലും ചുമ്മാ ആരെങ്കിലും പറഞ്ഞ് കേട്ട് സംസാരിക്കുന്നവർ ആണ് ഇങ്ങനെ പറയുന്നത്, ഏറ്റുപിടിക്കുന്നതൊക്കെ. യഥാർത്ഥത്തിൽ അതൊരു അവിടുത്തെ മെയ്റ്റി എന്ന് പറയുന്ന ഗ്രൂപ്പും അവിടുത്തെ കുക്കി എന്ന് പറയുന്ന ഗ്രൂപ്പും തമ്മിലുള്ള കലാപമായിരുന്നു. ഈ കലാപത്തിന്റെ റീസൺ ആക്ച്വലി മണിപ്പൂർ ഹൈക്കോർട്ടാണ്. അതാണ് സത്യം. മണിപ്പൂർ ഹൈക്കോർട്ടിന്റെ ഒരു വിധി അതില് മെയ്റ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കും കൂടെ ST സ്റ്റാറ്റസ്, ഷെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് കൊടുക്കുന്നതിനെ കുറിച്ച് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് അവിടെ കലാപം സ്റ്റാർട്ട് ചെയ്യുന്നത്. കുക്കി കമ്മ്യൂണിറ്റി അതിനെ പ്രതിഷേധിക്കുന്നു. അവരാണ് അത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. പക്ഷേ മെജോറിറ്റി കമ്മ്യൂണിറ്റി മെയ്റ്റി കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് അവർ അറ്റാക്സ് നടത്തി. ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആഘാതം കൂടുതലായിട്ടത് സ്വാഭാവികമായിട്ടും കുക്കി കമ്മ്യൂണിറ്റിക്കായിരിക്കും. അപ്പം ഇതിന് കാരണമായത് ഈ മണിപ്പൂർ ഹൈക്കോർട്ടിന്റെ ഒരു ഓർഡർ ആയിരുന്നു. ആ ഓർഡറിനെ ഇന്നലെ അവർ തിരുത്തി. അതിന്റെ കണ്ടൻഷ്യസ് പാർട്ട്, അല്ലാതെ ഫുൾ ഓർഡറും തിരുത്തിയൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇതിന്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, ഈ കുക്കി മെയ്റ്റി കലാപം മണിപ്പൂരിൽ ഉണ്ടാവാൻ കാരണമായത് അന്നത്തെ അവിടുത്തെ ഒരു ജഡ്ജ്മെന്റ് ആണ് മണിപ്പൂർ ഹൈക്കോർട്ടിന്റെ. ഓക്കെ, പിന്നെ അതല്ലാതെ കുറെ കാരണങ്ങളുണ്ട്. എന്നാൽ പോലും മെയിൻലി ഇതായിരുന്നു. പിന്നീട് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് കോർട്ട് സെയ്സ് വേദാന്ത ക്യാൻ റീഫർബിഷ് ക്ലോസ്ഡ് പ്ലാന്റ് ഇൻ തൂത്തുക്കുടി. ഇത് ഞാൻ മുമ്പ് നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറയുന്നു. വേദാന്ത എന്ന് പറയുന്ന ഇന്ത്യയിൽ ഒരു വലിയ മൈനിങ് കമ്പനിയൊക്കെയാണ്. മെയിൻലി ഒരു മൈനിങ്ങിലൊക്കെയാണ് ഉള്ളത്. പക്ഷെ വേറെ ഒരുപാട് പരിപാടികളവർക്ക് ഉണ്ട്. ഈവൻ പെട്രോളിയം എക്സ്പ്ലോറേഷനിൽ പോലും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വേദാന്ത എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ് ഉണ്ട് തൂത്തുക്കുടിയിൽ. അതിന് പൊല്യൂഷന്റെ പേരിൽ ഇടയ്ക്ക് വെച്ച് ക്ലോസ് ഡൗൺ ചെയ്തു. അത് ഞാൻ നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്. തൂത്തുക്കുടിയിൽ അതിന്റെ പേരിൽ വെടിവെപ്പൊക്കെ ഉണ്ടായി. പബ്ലിക് പ്രൊട്ടസ്റ്റിൽ ആൾക്കാർ മരിക്കുകയൊക്കെ ചെയ്തു. അതാണത് കംപ്ലീറ്റ്ലി ക്ലോസ് ഡൗൺ ചെയ്തത്. NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അതിൽ ഇടപെടുകയൊക്കെ ചെയ്തു. NGT ആണല്ലോ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇതിൽ പൊല്യൂഷന്റെ വിഷയമൊക്കെ വരുമ്പോഴത്തേക്ക് ഇടപെടേണ്ട NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. എനിവേസ് അതൊരു 6 to 7 years ആയി അവരിത്
വീണ്ടും റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സുപ്രീം കോടതിയെ ഹൈക്കോടതിയൊക്കെ അപ്രോച്ച് ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അപ്പൊ അത് തൽക്കാലം അത്ര അറിഞ്ഞാൽ മതി. വേദാന്തയുടെ തൂത്തുക്കുടി പ്ലാന്റ് കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ് ആണ്. പിന്നെ ഇവിടെ ഒരാൾ മരിച്ചു പോയതിനെ കുറിച്ചുള്ള ന്യൂസാണ്. 95 ഇയേഴ്സിലാണ് അദ്ദേഹം മരിച്ചു പോയത്. വളരെ ലോങ് ആയിട്ടുള്ളൊരു ഒരു ലൈഫ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുടെ ലൈഫ് ലോങ് ആവുന്നതാണ് നല്ലത്. ബിക്കോസ് ഹി വാസ് ആൻ എമിനന്റ് ജൂറിസ്റ്റ് ഇൻ ഇന്ത്യ. അത് വളരെ ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആയിരുന്നു. ഇന്ത്യയിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തിയ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു വിഷനുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ഫാലിയസ് നരിമാൻ. ഈ ഫാലിയസ് നരിമാൻ ഇന്ത്യയുടെ രാജ്യസഭയിലെ മെമ്പറും ഒക്കെ ആയിരുന്നു. സുപ്രീം കോർട്ടിലെ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ജഡ്ജായിരുന്നു. അത് ഇന്നലെ 95ാമത്തെ വയസ്സിൽ മരിച്ചു. അതിനെ കുറിച്ചുള്ള ന്യൂസാണ്. ഫാലിയസ് നരിമാൻ. അദ്ദേഹത്തിന്റെ മകൻ രോഹിംഗ്ടൺ നരിമാൻ എന്ന് പറയുന്ന അതിലും ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി ഒരിക്കൽ ഇന്ത്യയുടെ അറ്റോർണി ജനറലോ സോളിസിറ്റർ ജനറലോ ഒക്കെ ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ മകനാണത്. പിന്നീട് ഈ ന്യൂസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലെ മിക്കവാറുള്ള എല്ലാ ന്യൂസുകളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റ് അപ്രൂവ്സ് 100% FDI ഇൻ സ്പേസ് സെക്ടർ എന്ന് പറയുന്ന ന്യൂസ് കാണാം. FDI നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ FDI ആൻഡ് FII? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. FDI is foreign direct investment and FII is foreign institutional investment. Foreign direct investment always happens on land. Land means ഞാൻ പറഞ്ഞത് നമുക്കൊരു ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ് കാണാൻ പറ്റും അവിടെ. ഇപ്പൊ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വഴി ഇന്ത്യയിൽ ഹാർലി ഡേവിഡ്സൺ വന്ന് ബൈക്ക് മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു. There is a plant, അല്ലേ? There will be a plant and a lot of employees will work in that plant. അവിടുന്ന് ആ പ്ലാന്റിൽ നിന്ന് ഔട്ട്കം ആയിട്ട് ഹാർലി ഡേവിഡ്സന്റെ ഓരോരോ ബൈക്ക് മോഡൽസ് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതൊരു ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ FDI എന്ന് പറയുന്നത്. അല്ലെങ്കിൽ KFC, എവറിത്തിങ് അതെല്ലാം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുവഴി നമുക്ക് ഇവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യും, ഫാക്ടറീസ് ഉണ്ടാവും, പ്രോഡക്ട്സ് അതിൽ നിന്നുണ്ടാവും. ഇതാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. ബട്ട് FII എന്ന് പറഞ്ഞാൽ അതല്ല. അത് സ്റ്റോക്ക് മാർക്കറ്റില് ഫോറിനേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റിൽ. നമുക്ക് കാണാൻ പറ്റുമോ? അത് ടാഞ്ചിബിൾ അല്ല. നമ്മൾ അവര് വേണമെന്നുള്ളപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യും, വേണ്ടെന്നുള്ളപ്പോൾ അവർ വിത്ഡ്രോ ചെയ്തിട്ട് പോകും. അതാണ് FII. അത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് നടക്കുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് അപ്രൂവ്സ് 100% FDI ഇൻ സ്പേസ് സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു ചേഞ്ച് ആണ്. നമ്മളൊരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 7 to 8 years ബാക്ക് നമ്മളുടെ സ്പേസ് സെക്ടർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മൊണോപ്പൊളി ഓഫ് ISRO ആയിരുന്നു. അങ്ങനെ ആവാൻ പാടില്ല. US നാസ കംപ്ലീറ്റ് മൊണോപ്പൊളിയും വെച്ചുകൊണ്ടിരുന്നെങ്കിൽ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഉണ്ടാവോ? ആമസോണിന്റെ ബ്ലൂ ഒറിജിൻ ഉണ്ടാവോ? ഇന്ന് നാസയ്ക്ക് വേണ്ടിയിട്ട് ഹ്യൂമൻ ആസ്ട്രോനോട്ട്സിനെയൊക്കെ ഇപ്പൊ അവര് ഇവിടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ഏതിലാ? സ്പേസ് എക്സിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്മെന്റ്സ് നമുക്കും വേണ്ടേ? ഈ സാറ്റലൈറ്റ് ലോഞ്ചിങ് എന്ന പരിപാടി ഇനി യഥാർത്ഥ ISRO ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ആ ടെക്നോളജിക്ക് അവർക്ക് പ്രൂവൻ ആണ്. അവർക്ക് നന്നായിട്ട് അതിലിനി ഒന്നും അവർക്ക് പ്രത്യേകിച്ച് അവരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന, അവിടുത്തെ സയന്റിസ്റ്റുകളെ എക്സൈറ്റ് ചെയ്യുന്ന വലിയ കാര്യങ്ങളൊന്നും അതിലില്ല. ഇനി അവർ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിലും മറ്റു കാര്യങ്ങളിലാണ് അവർ എക്സ്പെർട്ടൈസ് ചെയ്യേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രൈവറ്റൈസ് ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സ്പേസ് സെക്ടറിലേക്ക് പ്രൈവറ്റൈസേഷൻ വരുന്നത്. അത് കുറച്ചു കാലം മുമ്പ് വന്നു, കുറച്ച് വർഷങ്ങൾ മീൻസ് ഒരു ലെസ് ദാൻ 10 years ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻ സ്പേസ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷനൊക്കെ ഉണ്ടാക്കി ഈ ഒരു എനേബിൾഡർ ആയിട്ട് ആക്ട് ചെയ്യാൻ ഈ പ്രൈവറ്റൈസേഷൻ സ്പേസ് സെക്ടറിൽ വരുമ്പോൾ ഇൻ സ്പേസ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ. എന്റെ ചെയർമാൻ എന്റെ ഓർമ്മശിലാണെങ്കിൽ പുനീത് ഗോയങ്കയാണ്. ഒന്ന് ചെക്ക് ചെയ്തോളാം, എനിക്ക് ഉറപ്പില്ല, എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു. അപ്പൊ അത് നോക്കിക്കോണം. അപ്പൊ ഇത് വരാൻ തന്നെ കാരണം പ്രൈവറ്റൈസേഷൻ വന്നപ്പോ. ഇനി പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പം FDI വരാൻ പോയി. FDI അത് പ്രൈവറ്റ് സെക്ടറിൽ നിന്നായിരിക്കും വരുന്നത്, പക്ഷെ അത് ഫോറിൻ കൺട്രിയിൽ നിന്നായിരിക്കും വരുന്നത്. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അതും സ്പേസ് സെക്ടറിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് കൂട്ടി ഇപ്പം. ഓക്കെ, അപ്പം 100% FDI അലോ ചെയ്തു പല മേഖലകളിലും. സ്പേസുമായിട്ട് ബന്ധപ്പെട്ട അത് കുറെ സബ് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഹിന്ദുവിന്റെ അകത്തെ പേജിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഓരോ മേഖലയിൽ എത്ര % ആണ് FDI വരുന്നതെന്നും. ഈ 100% FDI എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നടന്ന കമ്പനി ഇന്ത്യൻ പാർട്ണർ എന്ന ആവശ്യമില്ല. 100% അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്ത് അവർക്ക് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതാണ് 100%. ഇനി 49% ആണ് FDI ലിമിറ്റ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം they can invest up to 49% only. Remaining 51% should be invested by a ഇന്ത്യൻ പാർട്ണർ, അല്ലെ? ഒരു ഇന്ത്യൻ പാർട്ണർ വേണം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പൊ അവർക്കൊരു ലോക്കൽ പാർട്ണറെ കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി വരും. അതാണ് നിങ്ങൾ ഇൻഷുറൻസ് സെക്ടറിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പം ഭാരതി ആക്സ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസ്, HDFC സ്റ്റാൻഡേർഡ് ലൈഫ് ഇൻഷുറൻസ്, ICICI പ്രൂഡൻഷ്യൽ, ടാറ്റ, AIA. കാര്യം എന്താണ്? അവർക്ക് ഒരു ഫോറിൻ കമ്പനി ഇപ്പൊ AIA എന്ന് പറഞ്ഞാൽ ഒരു എനിക്കൊന്ന് അമേരിക്കൻ ഇൻഷുറൻസ് ഏജൻസി അങ്ങനെ എന്തോ ആണ്. AIA അമേരിക്കനോ ഓസ്ട്രേലിയനോ വേണ്ടിയാണ്.
അല്ലെങ്കിൽ അലയൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആണ്. അവർക്ക് ഇന്ത്യയിലൊന്നും ഇൻഷുറൻസ് ഒറ്റയ്ക്ക് തുടങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് അവർ ഒരു ഇന്ത്യൻ പാർട്ണർ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് പേര് ടാറ്റ AIA, ബജാജ് അലയൻസ് എന്നാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, പക്ഷേ 100% അലൗഡ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പം 100% അലൗഡ് അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പം റെയിൽവേയിൽ തന്നെ ചില മേഖലകളിൽ 100% FDI അലൗഡ് ആണ്. പക്ഷേ ചില മേഖലകളിൽ പ്രൈവറ്റൈസേഷനെ അലൗഡ് അല്ല, അല്ലെങ്കിൽ ചില മേഖലകളിൽ 50% അലൗഡ് ഉള്ളു. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അത് നിങ്ങൾ നോക്കി പഠിച്ചോളണം. എന്തായാലും ഇതില് സ്പേസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അപ് ടു 100% വരെ FDI അലൗ ചെയ്യാൻ ഇന്നലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓട്ടോമാറ്റിക് റൂട്ട് അങ്ങനെ കുറെ സംഭവം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ 100% FDI അലൗ ചെയ്താലും ചിലപ്പോൾ 74% ആയിരിക്കും ഓട്ടോമാറ്റിക് റൂട്ടിലുള്ളത്. ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് വെച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ പറയാണ്. ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് വെച്ചാൽ 100% അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ 74% ഓട്ടോമാറ്റിക് റൂട്ടിൽ കൂടെ വരാൻ പറ്റും. ഓട്ടോമാറ്റിക് റൂട്ട് എന്ന് വെച്ചാൽ ഗവൺമെന്റ് അപ്രൂവൽ ഒന്നും വേണ്ട, ജസ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ മാത്രം മതി. കാര്യം പണം ഇങ്ങോട്ട് വരുന്ന പരിപാടി ആയതുകൊണ്ട് RBIയുടെ അപ്രൂവൽ എല്ലാത്തിനും വേണം, വേറെ ഒന്നും വേണ്ട. അതാണ് ഓട്ടോമാറ്റിക് റൂട്ട്. ബാക്കി ഇപ്പം അവരെ 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ 74% 7,400 കോടി അത് അവർക്ക് ആരുടെ അപ്രൂവൽ ഇല്ലാതെ കൊണ്ടുവരാൻ പറ്റും. ഓൺലി ദേ നീഡ് ടു ടേക്ക് കോഗ്നിസൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാക്കി ആരുടെ അപ്രൂവൽ വേണ്ട. പക്ഷെ ബാക്കി റിമൈനിങ് 2,600, അതായത് 26%, അതും കൂടെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗവൺമെന്റ് അപ്രൂവൽ വേണ്ടി വരും. അതാണ് അപ് ടു 74% ഓട്ടോമാറ്റിക് റൂട്ടും റിമൈനിങ് ഓട്ടോമാറ്റിക് റൂട്ട് അല്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ട, ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്ന പറഞ്ഞേ. ഓക്കെ, അപ്പോ പിന്നീട് നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോ നിതീഷ് കുമാർ, ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം അവിടെ. പിന്നെ ആസാമിന്റെ ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മയുടെ ഒരു ഫോട്ടോ കാണാം. അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ കാണാം. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ അതിന്റെ അടുത്ത പേജില് ഇല്ല, നെക്സ്റ്റ് പേജിൽ നമുക്ക് ആവശ്യമുള്ളതൊന്നുമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ 2 ന്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളേ ഉള്ളൂ. ഏറ്റവും താഴെയായിട്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ 2 ന്യൂസുമാണ് നമുക്ക് താഴെ ആവശ്യമുള്ള ന്യൂസുകൾ. ഫ്രണ്ട്ലി നേവീസ് നീഡ് ടു ജോയിൻ ഹാൻഡ്സ് ടു മേക്ക് ഓഷൻ സേഫ് ഫോർ പ്രോസ്പെരിറ്റി. രാജ്നാഥ് എന്നൊരു ന്യൂസ് കാണാം. രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ, ഇന്നലെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു കാര്യം ഇനാഗുറേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനാഗുറേറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിന്റെ പേര് മിലൻ എന്നാണ്. മിലൻ. ഈ മിലൻ എന്ന് പറഞ്ഞാൽ ഒരു നേവൽ എക്സർസൈസ് ആണ്. കുറേ രാജ്യങ്ങൾ, ഇന്ത്യ മാത്രമല്ല, കുറേ രാജ്യങ്ങളിലെ എന്നുള്ള നേവീസ് ഇന്ത്യയിൽ വന്നിട്ട് അവര് എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു നേവൽ എക്സർസൈസ് ആണ് മിലൻ എന്ന് പറയുന്നത്. നടക്കുന്നത് മിക്കവാറും എല്ലാ വർഷവും വിശാഖപട്ടണത്താണ്. ഇപ്രാവശ്യം തന്നെ വിശാഖപട്ടണം തന്നെ. ഇവിടെ വിശാഖപട്ടണം എഴുതിയിട്ടുണ്ട്. വിശാഖപട്ടണത്താണ് ഈ മിലൻ എന്ന് പറയുന്ന നേവൽ എക്സർസൈസ് നടക്കുന്നത്. മിലൻ 2024 ആണ് ഈ വർഷം നടക്കുന്നത്. അപ്പം അത് അതിന്റെ ഇനാഗുറേഷൻ നമ്മളുടെ രാജ്നാഥ് സിംഗ് ചെയ്യുന്ന ഒരു ഫോട്ടോ. പിന്നെ ഇവിടെ വേറെ ന്യൂസ് ഉണ്ട്. ISRO കീ ടെസ്റ്റ് ഓവർ CE-20 ക്രയോജനിക് എഞ്ചിൻ ഈസ് നൗ ഹ്യൂമൻ റേറ്റഡ് ഫോർ ഗഗൻയാൻ മിഷൻ. അപ്പൊ നമുക്ക് ക്രയോജനിക് ടെക്നോളജി ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്തതാ. പക്ഷെ നമ്മൾ ഇന്നലെ ഹ്യൂമൻ റേറ്റഡ് ആയിട്ടുള്ള ക്രയോജനിക് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ ക്രയോജനിക് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ CE-20 എന്ന് പറഞ്ഞ പുതിയ ക്രയോജനിക് എഞ്ചിൻ ഹ്യൂമൻ റേറ്റഡ് ആണ്. ഹ്യൂമൻ റേറ്റഡ് എന്ന് പറയുന്നതല്ല, നമ്മളുടെ ഹ്യൂമനെ കൊണ്ടുപോകാനുള്ള സ്പേസ് ഫ്ലൈറ്റുകളിൽ ഇത് യൂസ് ചെയ്യാം. അല്ല, സാധാരണ സ്പേസ് ഫ്ലൈറ്റുകളിൽ ഹ്യൂമൻ റേറ്റഡ് ആയിട്ടുള്ള സ്പേസ് ഫ്ലൈറ്റ് ക്രയോജനിക് എഞ്ചിൻ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഹ്യൂമനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടണം. പക്ഷേ അല്ലാത്ത സംഭവങ്ങൾ, സാറ്റലൈറ്റ്സ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ അതിനൊക്കെ ഉള്ളത് വേറെയാണ്. അപ്പം ഹ്യൂമൻ റേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ ക്രയോജനിക് എഞ്ചിൻ നമ്മൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തതാണ് CE-20. അത് ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ റേറ്റഡ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് സ്പേസിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാനുള്ള മിഷനാണ്. ബൈ 2027 26 കണ്ട ഇന്ത്യയിലെ 2-3 പേര് സ്പേസിൽ പോകും. അപ്പം അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ടെക്നോളജി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ റഷ്യയുടെ ഒക്കെ ഉപയോഗിക്കാം. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റഷ്യ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ US-നോടെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം ടെക്നോളജി ഉപയോഗിച്ചാണെങ്കിൽ നമ്മുടെ സ്വന്തം ഹ്യൂമൻ റേറ്റഡ് ആയിട്ടുള്ള ക്രയോജനിക് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യണം. അതാണ് CE-20 എന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് അവിടെ കാണാം. ഇനി അതിനടുത്ത പേജ് പോകുമ്പോൾ എഡിറ്റോറിയൽ ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ നമുക്ക് പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ ആണ്, നമുക്ക് ആവശ്യമില്ല. ഫ്ലാഗ്രന്റ് ഫ്രോഡ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്.
അത് ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് വീഡിയോ ഇന്നലെ നമ്മളുടെ യൂട്യൂബിൽ ഇട്ടിരുന്നു. അതായത് ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറി, പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ക്യാപിറ്റലായ ചണ്ഡീഗഡ് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിൽ നടന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം. അതായത് അവിടെ നടന്ന മേയർ ഇലക്ഷനിൽ അവിടുത്തെ പ്രിസൈഡിംഗ് ഓഫീസർ വാലിഡ് ആയിട്ടുള്ള വോട്ടുകൾ ഇൻവാലിഡ് എന്ന് വിധിച്ചിട്ട് BJPയുടെ കാൻഡിഡേറ്റിനെ മേയർ ആക്കി തീർത്തു. പക്ഷെ അത് സുപ്രീം കോടതിക്ക് മനസ്സിലായത് കള്ളത്തരമാണെന്ന്. സുപ്രീം കോടതി അങ്ങനെ ആ മേയർ ഇലക്ഷൻ റദ്ദാക്കിയില്ല. അതിൽ BJPയുടെ വിജയം റദ്ദാക്കിയിട്ട് അതിന് ആം ആദ്മി പാർട്ടിയുടെ ലീഡറാണ് അവിടെ ജയിച്ചതെന്ന് വരുത്തി. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം, തിരിച്ച് വീണ്ടും മേയറായിട്ട് അവിടെ BJP തന്നെ വരാനാണ് സാധ്യത. കാരണം അവിടെ എനിക്കത് ഈയിടയ്ക്കാണ് മനസ്സിലായത്, ഈ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കൂറുമാറ്റ നിരോധന നിയമം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് എനിക്കും അറിയാം, നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ആന്റി ഡിഫെക്ഷൻ ലോ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ MLAs ആൻഡ് MPs, നോട്ട് ഫോർ ദ റെപ്രസെന്റേറ്റീവ്സ് ഇൻ ദ ലോക്കൽ ബോഡീസ്. അപ്പൊ ലോക്കൽ ബോഡീസിലെ റെപ്രസെന്റേറ്റീവ്സിന് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ 3 കോർപ്പറേറ്റേഴ്സ് BJPയിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഇപ്പൊ അവർക്ക് ആയി വീണ്ടും ഭൂരിപക്ഷം. അപ്പൊ ഇനി അവർക്ക് ഒരു അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്ന ഇപ്പൊ ആം ആദ്മി പാർട്ടിയുടെ ഈ മേയർ വീണ്ടും താഴെ പോയിട്ട് വീണ്ടും BJP അധികാരത്തിൽ വരുന്ന സിറ്റുവേഷൻ വരും. അപ്പൊ എന്തായാലും ആന്റി ഡിഫെക്ഷൻ ലോ ഈ ലോക്കൽ ബോഡീസിന് ആപ്ലിക്കബിൾ ആക്കാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതും കൂടെ ചെയ്യേണ്ടേ കാര്യം, അവിടെയും പീപ്പിൾസ് മാൻഡേറ്റ് അനുസരിച്ച് ഈ ആൾക്കാർ അധികാരത്തിൽ വരുന്നത്. അപ്പൊ അവരെയും ആന്റി ഡിഫെക്ഷൻ ലോയുടെ പരിധി കൊണ്ടുവരണം, എന്നാലേ ഇത്തരത്തിലുള്ള പരിപാടികൾ സ്റ്റോപ്പ് ആവുള്ളൂ. പക്ഷേ അങ്ങനെ അല്ല ഇപ്പൊ നിലവിലുള്ള നിയമം അനുസരിച്ച്. ഓക്കെ, പിന്നെ എൻഡിങ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ, ഇത് സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായി 1986 ഒരു ഇന്ത്യൻ മിലിറ്ററി സർവീസിലുണ്ടായിരുന്ന ഒരു നേഴ്സിന് നമ്മളുടെ മിലിറ്ററി സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. അതിന്റെ കാരണം അവര് മാരീഡ് ആയി എന്നുള്ളൊരു കാരണമാണ്. 86-ലാണ് അവരിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവർ സർവീസിൽ നിന്ന് റിട്ടയർ ആവേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം അവർ മാരേജ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇന്നലെ സുപ്രീം കോടതി നടന്ന ഹിസ്റ്റോറിക് ആയിട്ടൊരു വിധി വന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആന്റി കോൺസ്റ്റിറ്റ്യൂഷനാണ്. സ്ത്രീകളുടെ മാരേജിന്റെ പേരിൽ അല്ലെങ്കിൽ അവർ പ്രഗ്നന്റ് ആവുന്നു എന്നുള്ള പേരിൽ അവരുടെ ജോലികളിൽ നിന്ന് പിരിച്ചുവിടുക അല്ലെങ്കിൽ ജോലിയിൽ അവരെ എടുക്കുന്നതിൽ ഡിലേ വരുത്തുക, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് എഗെയിൻസ്റ്റ് ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് 86-ൽ നടന്ന സംഭവത്തിന്റെ പേരിൽ ആ സ്ത്രീക്ക് 60 lakhs ഇമ്മീഡിയറ്റ് ആയിട്ട് കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയുള്ള എഡിറ്റോറിയൽ ആണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ ബിയോണ്ട് ഷെൽട്ടർ ഡ്വെല്ലർ നീഡ്സ് വിത്തിൻ ദ 4 walls എന്ന് പറയുന്നത് അത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ എല്ലാവർക്കും 2024 ഡിസംബറോടുകൂടി വീടുകൾ വെച്ച് കൊടുക്കുക എന്നുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. അതിന് 2 വെർഷനുണ്ട്, ഗ്രാമീൺ വെർഷനും അർബൻ വെർഷനും. അർബൻ വെർഷന് പ്രധാനമന്ത്രി ആവാസ് യോജന യു എന്നറിയപ്പെടും, പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ. ഗ്രാമീൺ വെർഷന് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് അറിയപ്പെടുക. അതില് പുതിയ ബഡ്ജറ്റിൽ ഏതാണ്ട് 1 കോടി വീടുകൾ 2 crore ഹൗസസും കൂടെ അഡീഷണലി കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം ഈ ബഡ്ജറ്റിൽ. അതിന്റെ ഒരു അനൗൺസ്മെന്റ് നിർമ്മല സീതാരാമൻ നടത്തിയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണത്. ഓക്കെ, പിന്നീട് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലൊക്കെ ഫിനാൻഷ്യൽ റെവല്യൂഷൻ എമംഗ് സ്റ്റേറ്റ്സിനെ കുറിച്ച് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്, വേണമെന്നുള്ളത് വായിച്ചു നോക്കുക. ഇനി ഈ പേജിലെ ഒരു ന്യൂസ് പോലും നമുക്ക് ആവശ്യമുള്ളതല്ല, കംപ്ലീറ്റ് ന്യൂസും നമ്മളുടെ ഒരു കാര്യം പറയാനുണ്ട്, വേറൊന്നുമല്ല, നമ്മളുടെ ഒരു ഫാം പ്രോഡക്റ്റിന്റെ FRP കുറിച്ചാണ്. ഷുഗർ കെയിൻ എന്ന് പറയുന്ന നമ്മളുടെ ഒരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, അതിന്റെ FRP എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് റെമ്യൂണറേറ്ററി പ്രൈസ് എന്നാണ്. ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ്. നിങ്ങൾ MSP എന്ന് പറയത്തില്ല, മിനിമം സപ്പോർട്ട് പ്രൈസ്, അതുപോലെയാണ്. അപ്പം അത് മാറ്റി ഇപ്പൊ 340 per ക്വിന്റൽ ആക്കി കൂട്ടി. അത് ഇനി അങ്ങോട്ട് അതിന്റെ സീസൺ വരാൻ പോയി, ഒക്ടോബറിൽ അതിന്റെ ഹാർവെസ്റ്റിംഗ് ഒക്കെ നടക്കും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ചെയ്തേക്കുന്നത്. അത് സാധാരണ ഈ ഇങ്ങനെയുള്ള ഇതൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പേര് CCEA എന്നാണ്. CCEA, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്, CCEA. പ്രൈം മിനിസ്റ്റർ ആണ് അതിന്റെ ചെയർമാൻ. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. അടുത്ത പേജിൽ പോകുമ്പോൾ ഫാലിയസ് നരിമാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിനെ കുറിച്ചാണ്, ഫാലിയസ് നരിമാനെ കുറിച്ചാണ്. അദ്ദേഹം വലിയ എമിനന്റ് ആയിട്ടുള്ള ഒരു ജൂറിസ്റ്റ് ആയിരുന്നു ഇന്ത്യയിലെ. ഹീസ് നോ മോർ. പിന്നീട്
അത്രേ ഉള്ളൂ. ആ പേജിൽ വേറെ ഒന്നും പറയാനില്ല. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഒരു കോൺഫറൻസിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. ഇന്ത്യയും US കൂടെ ചേർന്ന് നടത്തുന്ന ഒരു സമ്മിറ്റ്. അതിൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറിയൊക്കെയാണ് ഈ പങ്കെടുത്തത്. അപ്പോൾ അത് ചൈനയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതില് ഗിരിധർ അരമാനെയാണ് ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി. അറിഞ്ഞിരിക്കുക, ഗിരിധർ അരമാനെ. അദ്ദേഹമാണ് ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി. അദ്ദേഹത്തിന്റെ ഫോട്ടോയും പേരും ഒക്കെ അവിടെ കാണാം. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇന്ത്യ ചൈന ഹോൾ 21st റൗണ്ട് ഓഫ് മിലിറ്ററി ടോക്സ് ടു റിസോൾവ് സ്റ്റാൻഡ് ഓഫ്. ഇത് സംഭവം എന്താണെന്ന് അറിയാലോ. ഇന്ത്യയില് ലഡാക്കിലെ ഗാൽവൻ വാലിയിൽ പ്രോബ്ലം തുടങ്ങിയ സമയം തൊട്ട് ചൈന കുറെ സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പ്രദേശങ്ങൾക്കകത്ത് കയറി നിൽപ്പുണ്ട്, ചൈനയുടെ പട്ടാളം. അപ്പം ഈ രണ്ട് സൈഡിലെ പട്ടാളത്തിന്റെ ഡിസെൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് കുറെ ടോക്സ് നടത്തി. പല റൗണ്ട്, 21ാമത്തെ റൗണ്ട് ആയിപ്പോ ടോക്ക് കോവിഡിന്റെ സമയത്ത് തുടങ്ങിയതാ. ഇന്നുവരെ ആയിട്ടും ചൈന ഫുള്ളി ഡിസെൻഗേജ് ചെയ്തിട്ടുള്ള പല മേഖലയിൽ നിന്ന്. അതുകൊണ്ട് ഇന്ത്യയും അതുപോലെ പല മേഖലകളിൽ ഇന്ത്യയും നിലയുറപ്പിച്ചിട്ട് ഡിസെൻഗേജ് ചെയ്യാതെ കുറെ മേഖലയിൽ നിന്ന് പോയി. അപ്പം അതിനെ കുറിച്ചുള്ള ന്യൂസാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റിംഗ് നടത്തിക്കൊണ്ടേയിരിക്കും. LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ പട്ടാളത്തിന്റെ പല മേഖലയിൽ നിന്നുള്ള പിന്മാറ്റത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതാ ഇവിടെ നമുക്ക് ആവശ്യമുള്ള ന്യൂസ് ഉണ്ട്. CAs ഫ്രം കാനഡ UK മേ ബി അലൗഡ് ടു പ്രാക്ടീസ് ഇൻ ഇന്ത്യ. CA അറിയാലോ, ചാർട്ടേഡ് അക്കൗണ്ട്സ്. ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലെ പ്രൊഫഷണൽ ബോഡിയാണ് ICAI, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ICAI. അതിന്റെ പ്രസിഡന്റ് ആണ് രഞ്ജിത് കുമാർ അഗർവാൾ. അവരൊരു തീരുമാനം എടുത്തിരിക്കുന്നു, ഇതിനകത്തോട്ട് UK എന്നും കാനഡ എന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ വേറെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിലെയും പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കണം. എന്നാൽ അങ്ങനെ ഒരു റെസിപ്രോക്കേറ്ററി ആയിട്ടുള്ള ആ ഒരു മെഷറിലാണ് ചെയ്യേണ്ടത്. അതായത് അവർ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ അവസരം കൊടുക്കും, നമ്മൾ അവർക്കും കൊടുക്കണം, അല്ല നമുക്ക് അവരും തരണം. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും ഈ രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക, കാനഡയും UK. ആദ്യമായിട്ടാണ് രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. പിന്നെ അതാ ഈ ന്യൂസ് ഒന്ന് അറിഞ്ഞിരിക്കുക. സെൻട്രൽ അലോക്കേറ്റ്സ് 20 crore ടു ബെയിൽ ഔട്ട് പുവർ പ്രിസണേഴ്സ്. നമുക്കറിയാം, വളരെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് ഉള്ള പ്രിസണേഴ്സ് ഇന്ത്യയിൽ ഒരുപാടുണ്ട്. ആ പ്രിസണേഴ്സിൽ പലർക്കും ബെയില് കിട്ടാൻ പോലും പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ബെയില് കണ്ടീഷനായിട്ട് പൈസയെ കൊടുക്കേണ്ടി വരും. ആ പൈസ ഒന്നും അവരെ കാണത്തില്ല. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്കീം കൊണ്ടുവന്ന ആ സ്കീമിന്റെ പേര് അറിഞ്ഞിരിക്കുക, റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ നോ വൺ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അത് സപ്പോർട്ട് ടു പുവർ പ്രിസണേഴ്സ് സ്കീം എന്ന് പറയുന്ന, റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ നോ വൺ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അതിന്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, സപ്പോർട്ട് ടു പുവർ പ്രിസണേഴ്സ് സ്കീം. അതിന്റെ അണ്ടറിൽ 20 crores ഇന്ത്യയിൽ ഇതുപോലെ ബെയിൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴും ജയിലുകളിൽ തുടരേണ്ടി വരുന്ന പാവപ്പെട്ടവരായിട്ടുള്ള ജയിൽ ഇൻമേറ്റ്സിന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സ്കീമാണ്. റീച്ചിങ് ദ ലാസ്റ്റ് മൈൽ നോ വൺ ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ് അണ്ടറിൽ സപ്പോർട്ട് ടു പുവർ പ്രിസണേഴ്സ് സ്കീം. 20 crore ആണ് അതിന് മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റേഡിയോ പ്രസന്റർ ആയിരുന്ന അമീൻ സയാനി എന്ന് പറയുന്ന ആൾ മരിച്ചതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. പിന്നെ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാവെന്ന് ഉറപ്പിച്ചു. നവാസ് ഷെരീഫ് പിന്മാറിയിട്ട് അദ്ദേഹത്തിന്റെ ബ്രദറിനോടാവാൻ പറഞ്ഞു. നവാസ് ഷെരീഫിന്റെ ബ്രദർ ആവുന്നത് സെയിം ആണ്. രണ്ടുപേരും ഒരേ ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്. ഷഹബാസ് ഷെരീഫാണ്. വീണ്ടും ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാനെ ഭരിച്ചു മുടിച്ചതാണ്. അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർഷിപ്പിന്റെ പീരീഡിലാണ്. ഇമ്രാൻഖാൻ മാറി ഉടനെ വരുന്നത് ഷഹബാസ് ഷെരീഫാണ്. ഷഹബാസ് ഷെരീഫിന്റെ പീരീഡിലാണ് പാകിസ്ഥാൻ അതിന്റെ വേഴ്സ്റ്റ് എക്കണോമിക് ക്രൈസിസിലേക്ക് പോയത്. ഒരു രൂപ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലാതായി. അവർ ചായപ്പൊടിയുടെ വരെ ഇറക്കുമതി നിയന്ത്രിച്ചു. ഈ മാർക്കറ്റുകളെല്ലാം വൈകുന്നേരം 6 മണിക്ക് ക്ലോസ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. കാര്യം അതിനുശേഷം കറണ്ട് ഉപയോഗിക്കാൻ അവരിൽ കറണ്ട് ഇല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ പോയതാണ്. നിങ്ങൾ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഒന്ന് കണ്ടുനോക്കിയത്, എല്ലാവരും തെറി വിളിക്കുന്നതാണ് കാണുന്നത് അന്നത്തെ ആ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിന്. അതേ ഷഹബാസ് ഷെരീഫ് വീണ്ടും പാകിസ്ഥാനിലേക്ക് അധികാരത്തിൽ വരുമ്പോൾ ആ രാജ്യത്തിന് എന്താണ് അതിൽ നേട്ടമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഇത് ഒരു കോalition ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനി പീപ്പിൾസ്, ഇത് PMLN-ന്റെ ആളാണ്. പാകിസ്ഥാനി പീപ്പിൾസ് പാർട്ടിയുടെ ആസിഫ് അലി സർദാരി പകരം പ്രസിഡന്റ് ആവും. ഇങ്ങനെ പ്രൈം മിനിസ്റ്റർ ആസിഫ് അലി സർദാരി, പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. പഴയ പ്രൈം മിനിസ്റ്റർ ബേനസീർ ഭൂട്ടോയുടെ ഹസ്ബൻഡ് ആണ്. ബേനസീർ ഭൂട്ടോ ഒരു അസാസിനേറ്റ് ചെയ്യപ്പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നീട് നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ
FSDC എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ. FSDC ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ അറിഞ്ഞിരിക്കുക. FSDC ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ അധ്യക്ഷ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററാണ്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ, അതുപോലെ സെബിയുടെ ചെയർമാൻ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ, IRDAയുടെ ചെയർമാൻ, അവരെല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്. FSDCക്കകത്ത് ഒരു കൗൺസിലാണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെന്റ് കൗൺസിൽ. DRI എന്താണെന്ന് പറഞ്ഞിരിക്കുക, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, DRI. പിന്നെ ഇന്ത്യയുടെ GDP GVA ഒക്കെ കുറച്ചൊന്ന് കുറഞ്ഞു കാണും എന്ന് ICRA എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പറഞ്ഞു. അത് എഴുതിയെടുക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല, ICRAയുടെ റേറ്റിംഗ് ഏജൻസിയുടെ അസംഷനാണ്. ഫൈനൽ ഔട്ട്കം NSO ആണ് പറയേണ്ടത്. NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ കാൽക്കുലേറ്റിംഗ് ഇന്ത്യസ് GDP ആൻഡ് GVA. GDP means gross domestic product, GVA means gross value added, and NSO is the responsible agency to calculate all these things and release the data. അവരല്ലത് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് എഴുതിയെടുക്കണ്ട. ICRA is a rating agency, അവരുടെ ഒരു അസംഷൻ പറഞ്ഞേക്കുന്നത്. പിന്നെ DPI കുറിച്ചുള്ള ന്യൂസാണ്. DPI എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. DPI ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ 2030 ഇന്ത്യൻ എക്കോണമിയിലേക്ക് $1 trillion കോൺട്രിബ്യൂഷൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. അതൊരു സ്റ്റഡിയാണ്, നാസ്കോമിന്റെ സ്റ്റഡിയാണ്. നാസ്കോം എന്ന് പറയുന്നത് ഇന്ത്യയിലെ IT മേഖലയിലെ കൂട്ടായ്മയാണ്. നാസ്കോ, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്. നാസ്കോ, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്. ഇവരുടെ സ്റ്റഡി അനുസരിച്ച് ഇന്ത്യൻ GDPയിലേക്ക് DPI ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിനാണ് DPI എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ആധാർ, UPI ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, റുപേ കാർഡ്, ഇതെല്ലാം കൂടെ ഫാസ്ടാഗ്, ഇതെല്ലാം കൂടെ ചേർന്ന് $1 trillion കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. അതുപോലെ 2030 ഇന്ത്യയുടെ GDP $8 trillion ആവുമെന്നാണ് അവർ പറയുന്നത്, നാസ്കോമിന്റെ സ്റ്റഡി. പിന്നെ സെബിയെ കുറിച്ചുള്ള ന്യൂസ്. സെബി അറിയാലോ, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ, ഷെയർ മാർക്കറ്റ് റെഗുലേറ്റർ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിനടുത്ത സ്പോർട്സ് പേജിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല. ഒരു കാര്യം പറയാണ്ട്, ഇന്ത്യയുടെ ആദ്യത്തെ വുമൻ ക്യൂറേറ്റർ ജസീന്ത കല്യാൺ. വിമൻ ക്യൂറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, നമ്മളെ പിച്ചൊക്കെ പരിപാലിക്കുന്ന ആൾ, ക്രിക്കറ്റിൽ പിച്ച് ഉണ്ടാക്കി പരിപാലിക്കുന്ന ആൾക്കാരാണ് ക്യൂറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വുമൻ ക്യൂറേറ്റർ ആണ് ജസീന്ത കല്യാൺ. ഇനി അടുത്ത പേജ് പോകുമ്പോൾ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത് എന്താണ്, യൂറോപ്പിലെ A ഡിവിഷൻ അല്ലെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഫുട്ബോൾ ക്ലബുകളുണ്ടല്ലോ, അവരുടെ ചാമ്പ്യൻഷിപ്പാണ് ചാമ്പ്യൻസ് ലീഗ്. അതെ, നമ്മൾ ഇന്നലത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോകുന്നു. ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതി ചണ്ഡീഗഡ് മേയറിനെ AIPയുടെ തോറ്റ AIPയുടെ ലീഡറാണ് ചണ്ഡീഗഡിലെ മേയറായിട്ട് വരേണ്ടതെന്ന് സുപ്രീം കോടതി വിധിച്ചു. എന്നിട്ട് അയാളെ ആക്കി ചണ്ഡീഗഡിലെ മേയർ. ഓക്കെ. മഹാരാഷ്ട്രയിലെ അസംബ്ലി 10% കോട്ട OBC റിസർവേഷൻ മറാഠ കമ്മ്യൂണിറ്റിക്ക് കൊടുത്തു. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. മഹാരാഷ്ട്രയിൽ മറാഠ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. അവർക്ക് OBC റിസർവേഷൻ കൊടുക്കണം എന്ന് ഭയങ്കര അജിറ്റേഷൻ നടത്തിയിരുന്നു. അത് കൊടുത്തു. ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ, ഏകനാഥ് ഷിൻഡെ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ, അവരെയൊക്കെ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം. ഗൾഫ് കൺട്രീസ് കീൻ ടു ഇൻവെസ്റ്റ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. മോഡി, അത് ജമ്മു ആൻഡ് കാശ്മീരിൽ മോഡി ഇടയ്ക്ക് പിന്നെ ഞാൻ ഒരു വിസിറ്റ് നടത്തി. അപ്പൊ ആ സമയത്തുള്ള സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞാണ്, ജമ്മു ആൻഡ് കാശ്മീരിൽ മുമ്പ് ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്ന സമയത്ത് ഫോറിൻ കൺട്രീസിനോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് പോലും അവിടെ പോയി ബിസിനസ് ചെയ്യാൻ പറ്റൂലായിരുന്നു. കാരണം ലാൻഡ് അക്വയർ ചെയ്യാൻ പറ്റൂല, ലാൻഡ് ബൈ ചെയ്യാൻ പറ്റൂല. only Kashmiris are entitled to buy land in Kashmir. ആ സമയത്ത് when article 370 was there in Kashmir, ആ സമയത്ത് അവിടുത്തെ കാശ്മീരുകാരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ ലാൻഡ് വാങ്ങാൻ പറ്റുള്ളായിരുന്നു. നമ്മളുടെ മലയാളികൾക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റുകാരനോ പറ്റൂലായിരുന്നു. പക്ഷേ വൺസ് ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ഫ്രം ഇന്ത്യ, സ്ക്രാപ്പ് ഫ്രം കാശ്മീർ ഓൾസോ ബിക്കം ലൈക്ക് എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. നമുക്ക് എവിടെയും അവിടെ പോയി ലാൻഡും എല്ലാം വാങ്ങാം. അതുകൊണ്ട് യൂസഫ് അലിയുടെ തന്നെ ഒരു മാൾ അവിടെ വരാൻ പോകണമെന്ന് ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗൾഫ് കൺട്രീസിനൊക്കെ അവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നെക്സ്റ്റ് പേജിൽ ഇന്ത്യയിലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ട്രാംസ് ഒക്കെ ഉള്ള ഒരു സിറ്റിയാണ് കൊൽക്കട്ട എന്ന് പറയുന്നത്. പക്ഷെ കൊൽക്കട്ടയിലെ ട്രാമുകൾ 150 ഇയേഴ്സിന്റെ സ്റ്റോറി അവർക്ക് പറയാനുണ്ട്. പക്ഷെ അത് ഗ്രാജുവലി അവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവിടുത്തെ ആൾക്കാർ പ്രതികരിക്കുന്നത് അതൊക്കെയാണ്. അപ്പൊ ട്രാം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഇന്ത്യൻ സിറ്റി എന്നാണ് കൊൽക്കട്ട.
പിന്നെ പുരിയും കൊണാർക്കും തങ്ങളിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു റെയിൽവേ ലൈൻ സെൻട്രൽ ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. പുരിയും കൊണാർക്കും ഒക്കെ എവിടെയാണെന്ന് നമുക്കറിയാം, ഒഡീഷയിലാണ് അല്ലേ. അത്രയൊക്കെ ഉള്ളൂ ആ പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ആ പേജിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂസ് ഒന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ അവിടെ ആകെ പറയാനുള്ള ഒരു കാര്യം മാത്രം, പുതിയൊരു IIT പ്രൈം മിനിസ്റ്റർ ഓപ്പൺ ചെയ്തു. അത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. IIT എനിക്ക് തോന്നുന്നു തിരുപ്പതിയിലാണെന്ന്. ഒരു സെക്കൻഡ്. IIT തിരുപ്പതിയിലാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുപ്പതി. പിന്നെ IIScR തിരുപ്പതിയിൽ ഓപ്പൺ ചെയ്തു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതും തിരുപ്പതിയിൽ. പിന്നെ കുർണൂൽ എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശിലെ തന്നെ സ്ഥലത്ത്, ഇതെല്ലാം ആന്ധ്രാപ്രദേശിലാണ്. IITDM, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ്, അത് കുർണൂലിൽ സ്റ്റാർട്ട് ചെയ്ത്, KURNOOL. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ കാം അസസ്മെന്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. അത് ആക്ച്വലി എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാല്, ഈ ഇടയ്ക്ക് നമ്മളുടെ ഒരു ഫോറസ്റ്റ് ആക്ട് അമെൻമെന്റ് കൊണ്ടുവന്നായിരുന്നു. ഫോറസ്റ്റ് ആക്ട്, ഇന്ത്യാസ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. ഇന്ത്യാസ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, ആ പേര് തന്നെ അറിയാം. 1980 വന്ന നിയമമാണ്. അതിന് 2020-ല് 20-ലാണെന്ന് തോന്നുന്നു, 20-ൽ അമെൻഡ് ചെയ്തു. ആ അമെൻമെന്റില് 20-ലല്ല 22-ലോ 23-ലോ ആണ്, അത് ഇവിടെ കാണുന്നു ഏത് വർഷമാണെന്ന്. അമെൻഡ് ചെയ്തപ്പോ ഒരു വിഷയം ഉണ്ടായത്, 2 ക്ലാസിഫിക്കേഷൻ വന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ അമെൻമെന്റ് അനുസരിച്ച് ഫോറസ്റ്റ് ലാൻഡിന് 2 ക്ലാസിഫിക്കേഷൻ വന്നു. ഒറിജിനൽ ഫോറസ്റ്റ്, അതായത് 80-കൾക്ക് മുമ്പ് ഇന്ത്യയിലെ ലാൻഡ് റെക്കോർഡ്സ് അനുസരിച്ച് ഫോറസ്റ്റ് ആയിരുന്ന സ്ഥലങ്ങളും, അതിനുശേഷം ഈ നമ്മളുടെ സ്വകാര്യ ഭൂമിയൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് ഫോറസ്റ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അതിന് സെപ്പറേറ്റ് ഒരു ക്ലാസിഫിക്കേഷനും. അങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ ഈ 2020-ന് ശേഷം വന്ന അമെൻമെന്റ്, എക്സാക്ട് ഇയർ എനിക്ക് ഓർമ്മയില്ല, 21, 22 അങ്ങനെ എന്തോ ആണ്. അത് എനിക്ക് തോന്നുന്നു ഈ എഡിറ്റോറിയൽ പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല. നിങ്ങളുടെ തലേന്നുള്ള ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ അമെൻമെന്റ് വന്നെന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ 2 ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ഡീഫോറസ്റ്റേഷൻ കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വന നശീകരണം കുറച്ചുകൂടെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതായത് ഈ 80s മുമ്പ് ഉണ്ടായിരുന്ന ഒറിജിനലി നമ്മളുടെ വനങ്ങളായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്തിരുന്ന ലാൻഡ്, അതല്ലെങ്കിൽ പിന്നെ അതിനുശേഷം ഈ നോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിരുന്ന പ്രദേശങ്ങളും പിന്നീട് ഫോറസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കാൻ തുടങ്ങി. അതിന് ഒരു സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് കൊണ്ടുവന്നത് 2022-ലെ 23-ലെ ഒരു അമെൻമെന്റ് വഴി. അപ്പൊ അത് ഈ ഒരു അമെൻമെന്റ് വഴി ഫോറസ്റ്റ് ലാൻഡിന് ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെ വേണ്ടിയിട്ട് ഡീഫോറസ്റ്റേഷൻ നടത്താനുള്ള സൗകര്യം കൂടും. അതുവഴി ഈ വനം എന്നുള്ളതിന്റെ, ഫോറസ്റ്റ് എന്നുള്ളതിന്റെ ആ ഒരു ഡെഫിനിഷൻ തന്നെ ചേഞ്ച് ആയി പോയി എന്നും പറഞ്ഞൊക്കെ കുറെ പേര് ഈ അമെൻമെന്റിനെതിരെ ഇവിടെ പോയി സുപ്രീം കോടതി പോയി. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ പറ്റൂല, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ ഡിക്ഷണറി ഡെഫിനിഷനെ കൊടുക്കാവുള്ളൂ. അതിൽ പിന്നെ പഴയ 80-ന് മുമ്പുള്ള ഫോറസ്റ്റ്, 80-ന് ശേഷമുള്ള സ്വകാര്യ വ്യക്തികളുടെ ഇരിക്കുന്ന സ്വകാര്യ ഭൂമിയിലുള്ള ഫോറസ്റ്റ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഫോറസ്റ്റ് ഈസ് ഫോറസ്റ്റ്, ആ ഒരു രീതിയിൽ മാത്രമേ അതിന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ്, അതായത് 80-കളുടെ ഡെഫിനിഷൻ തന്നെ യൂസ് ചെയ്യണം, അല്ലാതെ പുതിയ അമെൻമെന്റിലെ ഡെഫിനിഷൻ യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള എഡിറ്റോറിയലാണ് ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ എഡിറ്റോറിയൽ കീപ് ഇറ്റ് ഹോൾസം എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സെൻട്രൽ ഗവൺമെന്റ് ഒരു പുതിയൊരു സ്കീം തുടങ്ങാൻ പോവുകയാണ് ഇന്ത്യയിലെ അഡോളസന്റ് ഗേൾസിന് വേണ്ടി. 9 വയസ്സ് കഴിയുന്ന പെൺകുട്ടികൾ 9 വയസ്സ് തികഞ്ഞാൽ ഉടനെ സെർവിക്കൽ ക്യാൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വാക്സിൻ എടുക്കണമെന്ന് ഒരു നിയമം വരാൻ പോവുകയാണ്. ഇന്ത്യയുടെ വാക്സിനേഷൻ പ്രോഗ്രാം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ യൂണിവേഴ്സൽ വാക്സിനേഷൻ പ്രോഗ്രാം ഉണ്ട്. ഇന്ത്യയിലെ കുട്ടികൾക്കെല്ലാം 12ഓളം വാക്സിനേഷൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പേര് മിഷൻ ഇന്ദ്രധനുഷ് എന്നാണ്. അതിൽ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വ്യത്യാസമില്ല. പക്ഷേ ഈ സെർവിക്കൽ ക്യാൻസർ വരുന്ന ആർക്കാണ്? പെൺകുട്ടികൾക്ക് മാത്രമാണ്. അത് ഗർഭാശയമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് വരുന്ന ക്യാൻസറാണ്. അത് സെക്ഷൽ റിലേഷൻഷിപ്പ് വഴിയൊക്കെയാണ് അത് വരുന്നത്. 15 വയസ്സിനും 44 വയസ്സിനും ഇടയിൽ ഇന്ത്യയിൽ വരുന്ന സ്ത്രീകളുടെ ക്യാൻസറിൽ 2ാം സ്ഥാനത്തേക്കാണ് സെർവിക്കൽ ക്യാൻസർ. പക്ഷെ ദാറ്റ് ക്യാൻ ബി അവോയ്ഡഡ്. അത് അതിന് വേണ്ടിയുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിനേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ വാക്സിനേഷൻ ഇനി മുതൽ നമ്മളുടെ വാക്സിനേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റി 9 വയസ്സ് കഴിഞ്ഞ് അഡോളസന്റ് ഗേൾസിന് അത് കൊടുക്കാൻ പോയാണ്. അപ്പൊ അത് എന്നോട്ടൊന്നും വന്നിട്ടില്ല, ബഡ്ജറ്റിൽ അങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇത് ഈ വാക്സിനേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാം വളരെ സ്ട്രോങ് ആക്കണം. കാര്യം ഈ ക്യാൻസർ വളരെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, വളരെ ചിലവൊന്നും ഇല്ലാതെ.
അപ്പൊ അതങ്ങനെ ഡിറ്റക്ഷൻ കൂടെ പ്രോപ്പറായിട്ട് നടത്തി കഴിഞ്ഞാൽ early സ്റ്റേജിൽ ഡിറ്റക്ഷൻ നടത്തിയ ഈ ഇന്ത്യയിലെ വിമനിലെ സെക്കൻഡ് പ്രിവാലന്റ് കോസ് ആയ ക്യാൻസറിന്റെ കോസ് ആയ ഈ ഒരു സംഭവത്തിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാനും പറ്റുമല്ലോ. അപ്പൊ അതും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു എഡിറ്റോറിയലാണ്. അപ്പോൾ അതും അവിടെ കാണാം. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ അതിന്റെ അടുത്ത പേജിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട. അതിന്റെ അടുത്ത പേജ് വൈ ആർ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റിംഗ് അഗൈൻ. അതിന്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. MSPക്ക് ലീഗൽ ഗ്യാരണ്ടി കൊടുക്കുക, മിനിമം സപ്പോർട്ട് പ്രൈസിന് ലീഗൽ ഗ്യാരണ്ടി കൊടുക്കുക, അതാണ് അവർ മെയിൻ ആവശ്യം. പിന്നെ ഫാം ലോൺ വെയ്വർ ഒക്കെ ഫുൾ കൊടുക്കണം എന്ന് പറഞ്ഞൊക്കെ, അതായത് ഫാം ലോൺസ് ആയിട്ട് എടുത്തേക്കുന്ന എല്ലാം വെയ്വ് ചെയ്യണം. അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ആവശ്യങ്ങളല്ല, ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഈ പേജിലൊക്കെ പോകുമ്പം US awaits India's finding in Pannun case, says US official റിച്ചാർഡ് വർമ്മ എന്നൊരു ന്യൂസ് ആയി കാണാം. അത് പന്നുൻ കേസ് നമുക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സിഖ് ടെററിസ്റ്റ് ആയിട്ടുള്ള പന്നുന് ഇന്ത്യക്കാർ അവിടെ വെച്ച് വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് US ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു അലിഗേഷൻ ഉന്നയിച്ചു. അതിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനടുത്ത പേജിൽ ഫുൾ ഫാമേഴ്സിന്റെ അജിറ്റേഷനെ കുറിച്ച് മറ്റ് പൊളിറ്റിക്കൽ ന്യൂസുകളൊക്കെയാണ്, അതൊന്നും നമുക്ക് പറയണ്ട. അതിന്റെ അടുത്ത പേജിൽ പോവാം. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ 2-3 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതിയുടെ വിധി, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത്, റൂൾസ് ദാറ്റ് എഡ്ജ് ഔട്ട് വിമൻ ഫ്രം ജോബ്സ് ഡ്യൂ ടു മാരേജ് ഇല്ലീഗൽ. സുപ്രീം കോടതി ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു ഇക്വാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ആണ്. ഏതെങ്കിലും രീതിയിൽ ഇതുപോലുള്ള സ്ത്രീകളെ മാരേജിന്റെ പേരിലോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ പേരിലോ ഒക്കെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ജോലി പിരിച്ചുവിടുകയോ ചെയ്യുന്നത് അത് ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞേക്കാണ്. അതിനെക്കുറിച്ചായിരുന്നു ഇന്നലത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയൽ. ഇന്ത്യ ടു സീക്ക് $26 ബില്യൺ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ന്യൂക്ലിയർ പവർ സെക്ടർ. അത് അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ മൊത്തം പവർ പ്രൊഡക്ഷന്റെ ഈ 2% താഴെ മാത്രമേ ന്യൂക്ലിയർ പവറിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ന്യൂക്ലിയർ പവർ എന്ന് പറഞ്ഞാൽ ക്ലീൻ എനർജിയാണ്. അത് കുറച്ച് ഡേഞ്ചർ ആണെങ്കിലും അത് ക്ലീൻ എനർജിയാണ്, നമ്മളുടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. അത് അതിന്റെ പ്രൊഡക്ഷൻ വഴി ഒരു രീതിയിലും നമ്മുടെ എൻവയോൺമെന്റിന് എന്തെങ്കിലും ദോഷം വരുന്നില്ല. അപ്പൊ ഇന്ത്യയുടെ ക്ലീൻ എനർജി പ്രൊജക്ടിന്റെ പ്രധാന പങ്ക് വഹിക്കേണ്ട ഒരു സംഭവമാണ് ഈ ന്യൂക്ലിയർ സെക്ടർ. പക്ഷെ അതിൽ വേറെ 2% നമ്മളെ പവർ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. അത് കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിൽ 26 ബില്യന്റെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ന്യൂക്ലിയർ പവർ സെക്ടറിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുക. റിലയൻസിനെയും ടാറ്റയും അദാനിയും ഒക്കെ ആ ഫീൽഡിൽ റിയാക്ടേഴ്സ് തുടങ്ങാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്ഷണിച്ചിരിക്കുകയാണ്. NPCIലാണ് നമ്മൾ ഇന്ത്യയിലെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിന്ന് പവർ ഉത്പാദിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ അദാനി ഇന്ത്യയിൽ റിയാക്ടർ ഉണ്ടാക്കിയാലും NPCIൽ തന്നെയായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നൊരു പ്രോഫിറ്റിന്റെ വിഹിതം അദാനിക്ക് കൊടുക്കുന്നേ ഉള്ളൂ. ആ രീതിയിൽ ആ ഒരു മോഡലിൽ അത് ചെയ്യാൻ പോകണം. NPCIL എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയുടെ എല്ലാ റിയാക്ടേഴ്സും അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. NPCIL, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, പിന്നെ ഇത് അറിഞ്ഞിരിക്കേണ്ട, ഇന്ത്യയുടെ ശശി തരൂരിന് ഫ്രാൻസിന്റെ ഒരു ബഹുമതി കിട്ടി. ഷെവലിയർ ഡി ലാ ലീജിയൻ ഡി ഓണർ എന്ന് പറയുന്ന അവരുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ഇൻ ഫ്രാൻസ്. ഷെവലിയർ ഡി ലാ ലീജിയൻ ഡി ഓണർ. അത് ഫ്രഞ്ച് ആണ് വേർഡുകളെല്ലാം. അപ്പൊ ഷെവലിയർ എന്നൊക്കെ പറയുമല്ലോ, ശിവാജി ഗണേശനൊക്കെ ഷെവലിയർ ശിവാജി ഗണേശൻ, അത് അദ്ദേഹത്തിന് ഫ്രാൻസിൽ നിന്ന് കിട്ടിയ ഒരു പുരസ്കാരമാണ്. അപ്പൊ ഷെവലിയർ ഡി ലാ ലീജിയൻ ഡി ഓണർ എന്ന് പറയുന്ന അവാർഡ് ശശി തരൂരിന് ഫ്രഞ്ച് ഗവൺമെന്റ് കൊടുത്തു. അതുപോലെ വേറൊരു ന്യൂസ് ഇവിടെ അറിയേണ്ട, ഇന്ത്യ ടു ഡിസ്പ്ലേ റിലിക്സ് ഓഫ് ലോർഡ് ബുദ്ധ ഇൻ തായ്ലൻഡ്. ലോർഡ് ബുദ്ധന്റെ റിലിക്സ്, ബുദ്ധന്റെ തിരുശേഷിപ്പുകൾ തായ്ലൻഡിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ കയ്യിൽ കുറെ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. അപ്പം ഇന്ത്യയുടെ നാഷണൽ മ്യൂസിയം ഡൽഹിയിലാണ് അതിപ്പോൾ ഇരിക്കുന്നത്. അത് ബാങ്കോക്കിൽ അത് പ്രദർശിപ്പിക്കാൻ പോയി, അവിടെ ബുദ്ധിസ്റ്റുള്ള രാജ്യമായതുകൊണ്ട്. ഓക്കെ, അപ്പം അതൊന്നും അറിഞ്ഞിരിക്കുക. പിന്നെ NHRC seeks report from DGCA on death at airport. DGCA അറിയാലോ, NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. DGCA ഇന്ത്യയുടെ എയർപോർട്ടുകളുടെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഏജൻസിയാണ് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അതുപോലെ BCAS ഉണ്ട്, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി. അങ്ങനെ ഒരു സംഭവമുണ്ട്, BCAS. ഇത് രണ്ടും സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. പിന്നെ ഇന്ത്യയുടെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് കാശ്മീരിൽ നടക്കാൻ പോകണം. ഖേലോ ഇന്ത്യ ഗെയിംസ് ഇപ്പൊ നടന്ന എവിടെയാണ്? ചെന്നൈയിൽ. ഈ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു 2 ആഴ്ച അകത്തുള്ളത് അവിടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ചെന്നൈയിൽ വെച്ച് നടത്താൻ പറ്റൂലല്ലോ, അതുകൊണ്ട് അത് നടക്കുന്നത് കാശ്മീരിലാണ്. ഓക്കെ, അത് അടുത്ത ന്യൂസ്. പിന്നീട് നെക്സ്റ്റ് ബിസിനസ് പേജിൽ വരുമ്പോൾ ഇൻഫ്ലേഷനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകൾ. അവിടെ ഞാൻ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നുമില്ല.
CCI എന്നൊരു ഇത് കാണാം. CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അറിഞ്ഞിരിക്കുക. CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണ്? ഫെയർ ട്രേഡ് റെഗുലേറ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള മൊണോപ്പൊളീസ് ക്രിയേറ്റ് ചെയ്യുന്ന തടയാൻ വേണ്ടിയിട്ട് എല്ലാ ഫീൽഡിലും ഇന്ത്യക്ക് റെഗുലേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ട്രേഡ് റിലേറ്റഡ് ഫീൽഡിലെ റെഗുലേറ്റർ ആണ് CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പിന്നെ ഇവിടെ ഇന്ത്യ ശ്രീലങ്ക മൂവ് ഫോർവേഡ് വിത്ത് ടോക്സ് ഓൺ ട്രേഡ് അഗ്രിമെന്റ്. ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് ഉടനെ തന്നെ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കും. അതിന്റെ ഫൈനൽ സ്റ്റേജിൽ ഇരിക്കുകയാണ്. അതിന്റെ ആ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പേര് ETCA എന്നാണ്. ETCA. ഇന്ത്യ ഇപ്പൊ UAE-യുമായിട്ട് ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കി. അതുപോലെ ETCA എന്ന് പറയുന്ന ഇന്ത്യ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ശ്രീലങ്കയായിട്ട് ഉണ്ടാക്കി. ETCA-യുടെ എക്സ്പാൻഷൻ എക്കണോമിക് ആൻഡ് ട്രേഡ് കോഓപ്പറേഷൻ അഗ്രിമെന്റ്. എക്കണോമിക് ആൻഡ് ട്രേഡ് കോഓപ്പറേഷൻ അഗ്രിമെന്റ് ETCA. പിന്നെ യൂണിസെഫ് എന്താണെന്ന് അറിയാലോ. യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻ എമർജൻസി ഫണ്ട്. യൂണിസെഫ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്ക് ആണ്. ന്യൂയോർക്ക്. US വീറ്റോസ് UN വോട്ട് ഓൺ ഗാസ സീസ്ഫയർ പുഷസ് ഓൾട്ടർനേറ്റീവ്. ഇതാണ് US-ന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. US പന്നുൻ പോലുള്ള തീവ്രവാദികൾക്ക് വേണ്ടി വാദിച്ചിട്ട് പന്നുനെ ഇന്ത്യ വധിക്കാൻ, US-ന്റെ ലാൻഡിൽ വെച്ച് ഇന്ത്യ വധിക്കാൻ ശ്രമിച്ചു. US സിറ്റിസണായ ആ തീവ്രവാദിയെ വധിക്കാൻ ഇന്ത്യക്ക് അവകാശമില്ല. അതേസമയത്ത് ഗാസയില് 10,000-കണക്കിന് വളരെ നിരപരാധികളായിട്ടുള്ള ഈവൻ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതില് റീറ്റാലിയേഷൻ ഫോർ ഹമാസ് അറ്റാക്ക് എന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ റീറ്റാലിയേഷൻ അവർ ചെയ്തു കഴിഞ്ഞു. എന്നിട്ടാണ് ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ കൊല്ലുന്നത്. അപ്പോൾ അവിടെ അൾജീരിയയുടെ നേതൃത്വത്തിൽ UN ഈ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇസ്രായേൽ ആ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള പേരിലുള്ള റെസൊല്യൂഷൻ കൊണ്ടുവന്നപ്പം അതിനെ അവന്മാർ വീറ്റോ ചെയ്തേക്കുന്നു US. മനസ്സിലായോ? അപ്പൊ ഈ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള ജീവിതം തുടങ്ങിയിട്ട് പോലും ഇല്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ രക്തത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത, ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത അമേരിക്ക, അവന്മാര് ഈ പറഞ്ഞ വീറ്റോ ചെയ്തേക്കാണ്. അവരെ വീറ്റോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് പാസ്സായാണ്. ബാക്കി ആരും വീറ്റോ ചെയ്യത്തില്ല. അപ്പം ഇവർക്ക് വീറ്റോ പവർ ഉള്ളതുകൊണ്ട് ആ റെസൊല്യൂഷൻ പാസ്സായില്ല. അപ്പൊ അത്രയും വലിയ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇസ്രായേൽ കാണിക്കുന്ന എല്ലാ തെമ്മാടിത്തരത്തിനെയും അവന്മാർ കൂട്ടിയിരിക്കുന്നു. അതേസമയത്ത് ഒരു തീവ്രവാദിയായ സിഖ് തീവ്രവാദി, ഖാലിസ്ഥാൻ തീവ്രവാദിയായ പന്നുന് കില്ല് ചെയ്യാൻ ഇന്ത്യ ശ്രമിച്ചു എന്ന പേരിൽ ഇന്ത്യക്കെതിരെ അവന്മാർ അട്ടഹാസം മുഴക്കുന്നു. അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക എന്താണെന്ന്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ സ്പോർട്സ് പേജിൽ ജർമ്മനിയിലെ 1990 വേൾഡ് കപ്പ് വിൻ ചെയ്ത ടീമിന്റെ ഗോളിയായിരുന്ന ആൻഡ്രിയാസ് ബ്രഹ്മെ മരിച്ചുപോയി. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആൻഡ്രിയാസ് ബ്രഹ്മെ 1990 ജർമ്മനിയാണ് വേൾഡ് കപ്പ് വിൻ ചെയ്ത ഫിഫ വേൾഡ് കപ്പ്. അത് വിൻ ചെയ്ത ഗോൾ കീപ്പർ ആയിരുന്നു അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു പത്രം കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് സത്യത്തിൽ വലിയ ന്യൂസുകളൊന്നും ഇല്ല എൻ്റെ അത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കിയേക്കാം. അതിൽ ചെയ്താൽ പറഞ്ഞു യൂസ് ഡിക്ഷണറി മീനിങ് ഓഫ് ഫോറസ്റ്റ് SC സെന്റർ. അത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു അമെന്റ്മെന്റ് വന്ന എന്നാണെന്ന് എനിക്ക് എക്സാക്ട്ലി ഓർമ്മ. 2023 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടിന് 2023 അതായത് കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന അമെന്റ്മെന്റ്സ് ഈ നമ്മളുടെ ഫോറസ്റ്റ് ആക്ടിനെ ഡയല്യൂട്ട് ചെയ്യാനേ ഉപകരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ആൾക്കാർ കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇത് വന്നേക്കുന്നത്. പിന്നെ ചണ്ഡീഗഡിലെ മേയർ ഇലക്ഷൻ അവര് സുപ്രീം കോടതി റദ്ദാക്കിയതിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ അതിന്റെ അടുത്ത പേജില് ഇവിടെ ഒന്നുമില്ല പറയാൻ. അതിനടുത്ത പേജിൽ പോകുമ്പോ NCPCR എന്ന് പറഞ്ഞിരിക്കുക, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. NCPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ ഏജൻസിയാണ് NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അതിന്റെ ചെയർമാൻ പ്രിയങ്ക് കനുങ്കോ ആണ്. NCPCR-ന്റെ ചെയർമാൻ പ്രിയങ്ക് കനുങ്കോ ഇയാളാണ്. പിന്നെ സിദ്ധരാമയ്യ കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ. അതിനടുത്ത പേജിൽ പോകുമ്പോൾ BJP-യെ കുറിച്ചുള്ള ഒരു പൊളിറ്റിക്കൽ എഡിറ്റോറിയൽ അതിന്റെ ആവശ്യം നമുക്കില്ല.
റെഡ് സീ ബ്ലൂസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, അതായത് നമ്മളുടെ ഈ റെഡ് സീയിൽ ഹൂതീസിന്റെ ആക്രമണമൊക്കെ ഉണ്ടാവുന്നെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ അത് വലുതായിട്ട് ബാധിക്കുന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയൽ. കാര്യം ഇന്ത്യയുടെ എക്സ്പോർട്ട് കഴിഞ്ഞ മാസം കുറച്ച് കൂടി, സത്യത്തിൽ കുറയാണ് വേണ്ടത്. അപ്പോൾ ഈ റെഡ് സീയിൽ ഹൂതീസിന്റെ ആക്രമണം അത് ഇന്ത്യയെ വലുതായിട്ട് ബാധിക്കുന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ്. പിന്നെ പിന്നെ ഈ പേജിലൊന്നും ഒരു ആവശ്യമുള്ള ന്യൂസ്, എല്ലാം പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഓക്കെ, UADAയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. UADA യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. UADA എന്താണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആധാർ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസിയാണ് UADA, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ UAPA എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഓൺ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ് UAPA. അതുപോലെ ഇന്ത്യയുടെ ആർമിയുടെ വൈസ് ചീഫായിട്ട് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സെലക്ട് ആയി. ഉപേന്ദ്ര ദ്വിവേദി, ഇന്ത്യൻ ആർമിയുടെ വൈസ് ചീഫ്. പിന്നെന്താണ്? പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോ EU launches Red Sea mission as US ship is attacked twice. റെഡ് സീയിൽ ഹൂതീസിന്റെ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ റെഡ് സീയിൽ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അവിടുത്തെ ഈ അതുവഴി കടന്നു പോകുന്ന ഷിപ്പുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫ്രം ദ അറ്റാക്ക് ഓഫ് ഹൂതീസ് എന്നൊരു ന്യൂസ് ആണ്. പിന്നെ അവിടെ ഒന്നും പറയാനൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI, ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്റർ ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഹൈദരാബാദ് ആണ്. പിന്നെ NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇവരാണ് നമ്മളുടെ റുപേ കാർഡുകൾ, UPI ഇതെല്ലാം ഇഷ്യൂ ചെയ്യുന്ന NPCI, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. പിന്നെ NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ കോർട്ടാണ് ഡീലിംഗ് വിത്ത് കോർപ്പറേറ്റ് ഇഷ്യൂസ്, അതാണ് NCLT, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. പീയൂഷ് ഗോയൽ, ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററിന്റെ ഫോട്ടോ അവിടെ കാണാം. അതിനടുത്ത പേജിൽ ക്രിക്കറ്റ്, വേറെ ഒന്നും അവിടെ പറയാനില്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ രഞ്ജി ട്രോഫിയെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പം ഈ പത്രത്തിൽ വലിയ ന്യൂസുകളൊന്നും ഇല്ല നമുക്ക്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ 3 ഹിന്ദു ന്യൂസ് പേപ്പർ ഏകദേശം ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.